അപ്പം എന്ത് കഥല്ല എല്ലാവരും ചായ കുടിച്ചാൽ നമുക്കിന്ന് കായപ്പവും ചായലാക്കിയല്ല. അപ്പം അതിനായിട്ട് അയ്യപ്പനോട് എനിക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് വൃത്തി പറഞ്ഞു നോക്കാം. അതെല്ലാം നിങ്ങളോട് പറയണമല്ലോ. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് മൈദപ്പൊടി അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് പഞ്ചസാര ഉപ്പ് പിന്നെ ഒരു മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. അതെൻ്റെ അമ്മായി പറഞ്ഞ ടിപ്പാണ്. നോക്കട്ടെ, നല്ല അടിപൊളിയാണെങ്കിൽ നിങ്ങൾ കൂടി പരീക്ഷിച്ച് നോക്കിക്കോ. ലാസ്റ്റ് കാണുമല്ല അപ്പം എങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾ കൂടി അങ്ങനെ ഒന്നാക്കി നോക്ക്. അപ്പോൾ ഇതാ ചായ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. ചായ ഫസ്റ്റ് ആയിട്ടുണ്ട്. ചായ നല്ല ഇടിച്ചിട്ടെടുത്ത് ഇനിയിപ്പം നമ്മൾ കായെല്ലാം മുറിച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പം മിക്സെല്ലാം നല്ല അടിപൊളി മിക്സായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ച പഴത്തിന് തോലെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. ഈ അപ്പം ചൂടാനൊന്നും ആക്കി പഠിപ്പിക്കേണ്ട. പിന്നെ ഞാനിങ്ങനെ ചെറുവറ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ ആക്കിയൊക്കെ ഇങ്ങനെയല്ല. ഇനിയിപ്പോൾ മിക്സാക്കിയിട്ട് ഇതാ നമ്മൾ ചൂടായ ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് എടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കിയിട്ടെല്ലാം എടുത്താൽ നല്ല അടിപൊളി കായപ്പം ഇതപ്പം വീട്ട് വരുന്നുണ്ട്. നല്ല പാങ്ങിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു മുട്ടെല്ലാം കുത്തിയിട്ട് ചുട്ടോക്ക്. അപ്പോൾ വൈകുന്നേരം പിള്ളേർക്കെല്ലാം അടിപൊളി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനത്തെ അപ്പം റെഡിയാക്കി കൊടുത്താൽ നിങ്ങൾ ഉമ്മ നല്ല ഉമ്മ അടിപൊളി ഉമ്മ എന്നല്ല പറഞ്ഞിട്ട്